നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുന്ന കുറേ വസ്തുക്കളുണ്ട്. ആദ്യം വസ്തുക്കളെക്കുറിച്ച് പറയാം അല്ലേ. നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്ത് അത് ഉപയോഗിക്കുന്നതും ഒരു കുപ്പി ഗ്ലാസ് ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. നമ്മൾ കൂടുതലും വീടുകളിൽ ഏതായിരിക്കും ഉപയോഗിക്കുക? പഴയ കാലങ്ങൾ തൊട്ട് സ്റ്റീൽ ഗ്ലാസ്സാണ് അല്ലേ, കുറച്ച് നാളും. പക്ഷേ എൻ്റെ ഒരു ഇഷ്ടം പറയാണ്, എനിക്ക് സ്റ്റീൽ ഗ്ലാസ്സിൽ ചായ കുടിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് കുപ്പിയുടെ ഗ്ലാസ്സിൽ തന്നെ, അല്ലെങ്കിൽ കപ്പിൽ. കാരണം എന്തോ ഒരു ഫീലാണ് അങ്ങനെ ആ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉപയോഗിക്കാതെ കുപ്പിയുടെ ഗ്ലാസ്സിൽ ചായ കുടിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കപ്പിൽ. കാരണം അതിൻ്റെ ഒരു ഇത് ഞാൻ പറയാം. സ്റ്റീൽ ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ആ സ്റ്റീലിൽ പെട്ടെന്ന് ചൂട് കയറി അങ്ങ് പിടിക്കും. സ്റ്റീൽ ഗ്ലാസ് നമ്മൾ ചായ ഒഴിച്ചു വെച്ച് കഴിഞ്ഞാലും ഈ കുപ്പി ഗ്ലാസ്സിൽ ഒഴിച്ച്, ഈ 2 ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചാലും ഏറ്റവും പെട്ടെന്ന് ചൂട് പോകുന്നത് കുപ്പി ഗ്ലാസ്സിലാണ്. സ്റ്റീൽ ഗ്ലാസ്സിൽ ചൂട് അങ്ങനെ കുറേ നേരം നിൽക്കും. അങ്ങനെ ഒരു ഗുണം സ്റ്റീൽ ഗ്ലാസ്സിനുണ്ട്. എങ്കിലും നമുക്ക് ചായ കുടിക്കുമ്പോൾ അതിനെ ഒന്ന് ആസ്വദിച്ച് കുടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുപ്പി ഗ്ലാസ്സാണ് നല്ലത് അല്ലേ. കാരണം അതിനെ കാണാം, അതിൻ്റെ നിറം കാണാം, ഏറ്റവും മുകളിലായിട്ടുള്ള ആ പത അല്ലേ, അതൊക്കെ കണ്ട് ഇതൊക്കെ ആസ്വദിച്ച് കുടിക്കാൻ പറ്റിയത് കുപ്പി ഗ്ലാസ്സാണ്. ഇല്ലെങ്കിൽ കപ്പ് തന്നെ കുപ്പിയുടെ തന്നെ ഉണ്ട്, പിന്നെ കളറുള്ളതുണ്ട്. അപ്പോൾ അതിലും എന്താണ്, ഇപ്പം വൈറ്റ് കളറിലെ കപ്പൊക്കെ ആണെങ്കിൽ ഈ ചായയുടെ കളറും ആ വെള്ള നിറവും കൂടെ നല്ല രസമായിരിക്കും കാണാൻ അല്ലേ. ഇതും അതുപോലെ തന്നെ ചൂടധികം നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പിടിക്കാനൊക്കെ ഉള്ളൊരു എളുപ്പമൊക്കെ ഉണ്ട് അതിന്. അങ്ങനെ കുറേ വിശേഷങ്ങൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പോഴും ഞാനിങ്ങനെ പറയുകയാണ്. അപ്പം നമ്മൾ കൈകാര്യം ചെയ്യുന്ന കുറേ വസ്തുക്കളുണ്ട് ശ്രദ്ധയോടെ. നമ്മൾ ഒരു കുഞ്ഞിനെ എടുക്കുമ്പോൾ എന്താണ്, ആദ്യം ജനിച്ച് വീണ 1-2 ദിവസമൊക്കെ ആയതായാലും ജനിച്ച് അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരുമ്പോഴും നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കും അല്ലേ, വളരെ ശ്രദ്ധയോടുകൂടി എടുക്കും. ചിലരെന്ത് ചെയ്യും, കുഞ്ഞുങ്ങളെ എടുക്കാൻ പേടിയാണ്. അവരൊരു പ്രായമാകുന്നിടം വരെയും കുഞ്ഞുങ്ങളെ എടുക്കാൻ പേടിക്കുന്നവരുണ്ട്. അത് ചില സ്ത്രീകൾക്കും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളെ കുളിപ്പിക്കാൻ എല്ലാവരും അമ്മമാരാണെങ്കിൽ പോലും അമ്മമാർക്കും പക്ഷെ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുവാൻ പേടിയാണ്. കുഞ്ഞിൽ ചെറിയ പിള്ളേരെ ജനിച്ച ശേഷം ആദ്യത്തെ കുറച്ച് നാൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനൊരു പേടിയാണ്. അപ്പോൾ നമ്മളെന്താ, അതിന് പ്രാക്ടീസൊക്കെ ഉള്ള അമ്മമാരെയൊക്കെയാണ് നമ്മളതിന് വേണ്ടിയിട്ട് ഏർപ്പാട് ചെയ്യുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കൈ പിടിക്കുമ്പോൾ ശരിയാകുമോ, തട്ടുമോ മുട്ടുമോ, അല്ലെങ്കിൽ അവർക്ക് വേദനിക്കുമോ, അതെങ്ങനെ പിടിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പേടികൾ നമ്മുടെ മനസ്സിലുണ്ട് അല്ലേ. ഇത് നമ്മുടെ ജീവിതമായിട്ട് നോക്കി. യഥാർത്ഥത്തിൽ ചിലർ ജീവിതത്തെ പേടിയോടെ കാണുന്നവരുണ്ട്. അതായത് ഒരു വീഡിയോയിൽ നിന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചിലരൊക്കെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയാറുണ്ട്, എന്താണ്, വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ ട്രെയിൻ പാളത്തിന് ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് തല വയ്ക്കാൻ നോക്കുമോ, ട്രെയിനിൻ്റെ മുന്നിൽ ചാടാൻ നോക്കും, ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ ഒരു കുറേ കമൻസ് എന്ന് പറയുന്നത്? വിവാഹം എന്ന് പറയുന്നത് അത്ര മോശമുള്ള കാര്യമാണോ? എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുന്നവരുണ്ടാവാം, ഒരുപക്ഷെ അവരുടെ സാഹചര്യങ്ങൾക്കുണ്ടാവാം. പക്ഷേ വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് ആരും വിവാഹം കഴിക്കാതിരിക്കുന്നില്ലേ. എല്ലാവരും അവർക്കൊരു സമയമാകുമ്പം വിവാഹം കഴിക്കണമെന്ന് തോന്നുന്നവർ കിട്ടും. ഇല്ലാത്തവരിനിയിപ്പം വിവാഹം വേണ്ട എന്നുള്ള രീതിയിലാണ് സമൂഹത്തിൻ്റെ പോക്കെന്നാണ് പറയപ്പെടുന്നത്. എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ജീവിതത്തെയും അല്ലെങ്കിൽ വിവാഹത്തെയും ഇതേപോലെ ഒരുപാട് പേടിയോടെ കാണേണ്ട കാര്യമില്ല അല്ലേ. പക്ഷേ നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ് ഉപയോഗിക്കുന്നതും കുപ്പിയുടെ ഗ്ലാസ് ഉപയോഗിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലെ ജീവിതത്തെ ഒരു ശ്രദ്ധയുമില്ലാതെ നമുക്ക് ദേഷ്യം വരുമ്പോൾ വലിച്ചെറിയുന്ന ഒരു പാത്രം, പൊട്ടാത്ത ഏതെങ്കിലും ഒരു പാത്രം എന്ന് കരുതുക. അത് സ്റ്റീൽ എന്ന് ഉപയോഗിച്ചിട്ട് ഒരു ഗ്ലാസ് വലിച്ചെറിഞ്ഞാൽ ചിലപ്പോൾ അത് ചെറുതായിട്ട് ചിലപ്പം ചളുങ്ങും, ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല, അതുപോലെ ഇരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് വലിച്ചെറിയാൻ പറ്റുന്നൊരു കാര്യമാണ് ഒരു ഗ്ലാസ്, സ്റ്റീലിൻ്റെ ഗ്ലാസ് എന്ന് വിചാരിക്കുക. പക്ഷേ ഒരു കുപ്പിയുടെ ഗ്ലാസ് നമുക്കങ്ങനെ എറിയാൻ പറ്റില്ല. കാരണം എന്താണ്,
ഒരു അപകടം അതിനകത്തിലുണ്ട്. അത് കാരണം കുപ്പി ആയതുകൊണ്ട് അത് പൊട്ടുക മാത്രമല്ല അതിൻ്റെ ചീളുകൾ, ആ ചില്ലുകൾ തെറിക്കും. ചിലപ്പോൾ എന്താണ്, നമ്മുടെ കൈ തന്നെ ആയിരിക്കും അതിൻ്റെ ചീളുകൾ കൊണ്ട് മുറിയുക, അത് വൃത്തിയാക്കാൻ ശ്രമിക്കുമ്പോൾ. അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആരുടെയെങ്കിലും ദേഹത്തായിരിക്കും കൊള്ളുക. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചില്ല് കഷ്ണം എവിടെയെങ്കിലും നമ്മൾ കാണാതെ കിടക്കുകയാണെങ്കിൽ പിന്നീട് ആരെങ്കിലും അതിൽ ചവിട്ടുകയോ എല്ലാം ചെയ്ത് അവരുടെ കാല് മുറിയും അല്ലേ. അങ്ങനെ കുറേ അപകടമുണ്ട് ഈ ചില്ല്, ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ. ഗ്ലാസ് എന്നൊരു വസ്തുവിനെ ഞാൻ പറയുന്നതെന്നുള്ളൂ അല്ലേ. അപ്പോൾ ആ വ്യത്യാസം ഉണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് യഥേഷ്ടം വലിച്ചെറിയാവുന്ന ഒന്നാവല്ല നമ്മുടെ കുടുംബജീവിതം. ചില പൊട്ടലുകളും ചീറ്റലുകളും എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സ്റ്റീൽ ഗ്ലാസ് ആയാലും ഒരു പാത്രമായാലും വലിച്ചെറിയാൻ ചിലപ്പം സൈഡൊന്ന് ചിളങ്ങുമോ അല്ലേ, ഒന്ന് പൊട്ടുകയൊക്കെ ചെയ്യുമായിരിക്കും ചെറുതായിട്ട്. പക്ഷേ അത് മൊത്തത്തിൽ തകർന്നു പോവില്ല. പക്ഷേ ഒരു കുപ്പിയുടെ ഗ്ലാസ്സോ ഒരു പാത്രമോ വീഴുമ്പോൾ ഉണ്ടാകുന്ന അപകടം ഇല്ലേ, അത് ചിലപ്പോൾ വലുതായി മാറും. ആ പാത്രം തന്നെ നഷ്ടമാവും. സ്റ്റീലിനെ അപേക്ഷിച്ച് ഇത് പൊട്ടുന്നതുകൊണ്ട് ഗ്ലാസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഏതൊരു വസ്തുവും താഴെ വീണാൽ പൊട്ടും. അത് പിന്നീട് കൂട്ടിച്ചേർത്ത് പഴയ പോലെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. പിന്നെ പശയൊക്കെ കൊണ്ട് ഒട്ടിക്കാന്ന് പറഞ്ഞാൽ അതൊന്നും ഒരു പെർഫെക്ഷനിലെത്തില്ല അല്ലേ. അപ്പം ഇതുപോലെ തന്നെ വേണം നമ്മുടെ ജീവിതമാണ്. അതിനെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുക. ഇപ്പോൾ സ്റ്റീലിൻ്റെ ഒരു വസ്തു, സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ഒരു വസ്തുവിൻ്റെ തിളക്കവും ഭംഗിയുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെന്ന് വിചാരിക്കാം. നേരെ മറിച്ച് കുപ്പി ഉപയോഗിച്ച് നിർമ്മിച്ച, ഗ്ലാസ് ഉപയോഗിച്ച് നിർമ്മിച്ചതെന്ന് പറയാം ഒരു വസ്തു എന്ന് പറയുമ്പോൾ അതിന് ഭയങ്കര തിളക്കവും ഭംഗിയുമായിരിക്കും അല്ലേ, നല്ല ഭംഗിയും കാര്യങ്ങളും. പക്ഷേ അത് സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ തട്ടിയെല്ലാം വീണാൽ അതിൻ്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെടും. ഇതേപോലെ നമ്മുടെ ജീവിതവും ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കുക എന്നല്ല, ശ്രദ്ധിക്കുകയാണ് വേണ്ടത് അല്ലേ. ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിരിക്കുന്ന പോലെ ഭാര്യ ഭർത്താവിനെ ശ്രദ്ധിക്കുക, ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിക്കുക. അതായത് അവർ ഏതൊക്കെ വഴി പോകുന്നുണ്ട്, ആരോട് മിണ്ടുന്നുണ്ട്, ഇതല്ല ശ്രദ്ധ. അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക. ഭാര്യയോടൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തുക, ഭർത്താവിനൊപ്പം ചിലവഴിക്കാൻ സമയം കണ്ടെത്തുക. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും അല്ലേ, ഗ്ലാസ്സിനൊക്കെ പോറലൊക്കെ വീഴും, എങ്കിലും കൂടുതൽ ശ്രദ്ധയോടെ നമ്മൾ ഒരു കുടുംബജീവിതം ആരംഭിച്ചു, നമ്മൾ നന്നായിട്ട് ജീവിക്കണം, നമുക്ക് കുട്ടികളാകും, അവരുടെ കാര്യം നോക്കണം, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. മാതാപിതാക്കൾക്ക് അസുഖം വരും, അപ്പോൾ അവരെയും ശ്രദ്ധിക്കണം. അങ്ങനെ ഭാര്യയും ഭർത്താവും ഇതൊക്കെ പരസ്പരം ചർച്ച ചെയ്ത് ശ്രദ്ധിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ നല്ലൊരു ദാമ്പത്യ ജീവിതമാണ് ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ്സിനെ പോലെ എപ്പോൾ വേണമെങ്കിലും എടുത്തെറിഞ്ഞുകൊണ്ടേയിരിക്കും. എറിഞ്ഞെറിഞ്ഞ് അതിന് കുറേ അവിടെ ഇവിടെയൊക്കെ പൊട്ടലുകളൊക്കെ വന്ന് ആ പൊട്ടലുകൾ നിവർത്താൻ നമുക്ക് പിന്നീട് പ്രശ്നമാണ് അല്ലേ. ഒരു പാത്രം ചളങ്ങിയാൽ അതിനെ പഴയ ആകൃതിയിലാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നതല്ലേ നല്ലത്. അത് എത്ര ഭംഗിയുള്ളതായാലും നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ ഇരിക്കും. നമ്മളൊരു വസ്തുവിനെ നമ്മൾ ശ്രദ്ധിച്ച് വളർത്തുകയാണെങ്കിൽ അത് അതേപോലെ ഇരിക്കും. ആ ശ്രദ്ധ കിട്ടിയില്ലെങ്കിൽ അത് അതിൻ്റേതായിട്ടുള്ള മോശമായ അവസ്ഥയിലേക്ക് പോകും അല്ലേ. നമ്മളൊരു റൂം കിട്ടുന്നു, അത് നമ്മൾ തൂത്ത് തുടച്ച് വൃത്തിയായിട്ട് ഇടുവാണെങ്കിൽ ഭംഗിയുള്ളത്. പക്ഷേ നമ്മുടെ കൈ കിട്ടിയ നല്ലൊരു റൂമാണ്, പക്ഷേ നമ്മളത് മോശമാക്കിയാൽ അല്ലേ. അതുപോലെ നമുക്കൊരു ജീവിതം കിട്ടി, അത് വൃത്തിയായി ഭംഗിയായി കൊണ്ടുപോവുക എന്നുള്ളത് നമ്മളുടെ മാത്രം കാര്യമാണ്. നമ്മൾ എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്നുള്ള കാര്യമാണ്. ശരിയല്ലേ?